നമസ്കാരം. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി വിവാദത്തിൽ നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേഷിനുമെതിരെ ആരോപണം കടുപ്പിച്ച് ധനുഷ്. മദ്രാസ് ഹൈക്കോടതിയിൽ നയൻതാരയ്ക്കെതിരെ നൽകിയ സിവിൽ കേസിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇരുവർക്കുമെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഞാനും റൗഡിദാൻ സിനിമ പരാജയപ്പെട്ടത് ഇരുവരുടെയും പ്രണയം കാരണമാണെന്നാണ് ധനുഷിന്റെ അവകാശവാദം. ഇവരുടെ പ്രണയം കാരണം സിനിമയുടെ ബജറ്റ് അധികമായെന്നും നിർമ്മാതാവ് കൂടിയായ ധനുഷ് അവകാശപ്പെടുന്നു. 4 കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത്. നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള പ്രണയം തുടങ്ങിയതോടെ ചിത്രീകരണം വൈകി. സെറ്റിൽ ഇരുവരും വൈകി വരുന്നത് പതിവായെന്നുമാണ് ആരോപണം. വിഘ്നേഷ് ആകട്ടെ സെറ്റിലെ മറ്റെല്ലാവരെയും അവഗണിച്ച് നയൻതാരയ്ക്ക് പിന്നാലെ കൂടി. നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും ചിത്രീകരിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത പെരുമാറ്റമായിരുന്നു ഇരുവരുടേതും. ഇത് കാരണം നിശ്ചയിച്ച ബജറ്റിൽ ചിത്രം പൂർത്തിയായില്ല. ഇത് നിർമ്മാതാവായ തനിക്ക് കോടികൾ നഷ്ടമുണ്ടാക്കിയെന്നും ധനുഷ് ആരോപിക്കുന്നു. അതേസമയം ഇരുവരുടെയും വിവാഹ ഡോക്യുമെന്ററിക്കായി സിനിമയുടെ ദൃശ്യങ്ങൾ രഹസ്യമായി വിട്ടു നൽകണമെന്ന് വിഘ്നേഷ് ആവശ്യപ്പെട്ടുവെന്നും ധനുഷ് ആരോപിച്ചിട്ടുണ്ട്. ധനുഷിന്റെ നിർമ്മാണ കമ്പനി വണ്ടർബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യമുന്നയിച്ചത്. ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന് കമ്പനി മറുപടി നൽകിയപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞെന്നും ധനുഷ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിനെതിരെ നടൻ ധനുഷ് നൽകിയ ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജനുവരി 8-നകം നയൻതാര, ഭർത്താവ് വിഘ്നേഷ് ശിവൻ, നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഞാനും റൗഡിദാൻ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ച് പകർപ്പവകാശം ലംഘിച്ചെന്ന് കാണിച്ചാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നവംബർ 27-നാണ് ഡോക്യുമെന്ററി തർക്കത്തിൽ ധനുഷ് നയൻതാരയ്ക്കെതിരെ ഹർജി നൽകിയത്. അതേസമയം ബിയോണ്ട് ദി ഫെയറി ടെയിൽ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. തന്റെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തമിഴ് നടൻ ധനുഷുമായി ഉണ്ടായ അസ്വാരസ്യങ്ങളെക്കുറിച്ചാണ് നയൻതാര ആദ്യമായി തുറന്നു പ്രതികരിച്ചത്. പ്രശസ്തിക്കോ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയോ ആരെയും കരിവാരി പൂശേണ്ട ആവശ്യം തനിക്കില്ലെന്ന് താരം വ്യക്തമാക്കി. ഇതൊരിക്കലും വിവാദമാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് കരുതി. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു സിനിമയല്ലല്ലോ, ഡോക്യുമെൻ്ററി അല്ലേ. ഹിറ്റോ ഫ്ലോപ്പോ ആവുന്ന ഒന്നുമല്ലല്ലോ അത്. റിലീസിന് തൊട്ട് മുൻപ് ലീഗൽ നോട്ടീസ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. മാനേജറെയും മറ്റു പൊതുസുഹൃത്തുക്കളെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല. NOC തരാതിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാകാൻ കാരണമെന്ന് കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചത്. ഭാവിയിൽ മികച്ച സുഹൃത്തുക്കളാകണമെന്നല്ല. എവിടെ നിന്നെങ്കിലും കണ്ടാൽ ഹായ് പറയാനുള്ള ബന്ധം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ധനുഷ് ഒന്നും മിണ്ടിയില്ല. ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ നയൻതാര പ്രതികരിച്ചു. ഞങ്ങളുടെ ഡോക്യുമെന്ററി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് അത്തരമൊരു കുറിപ്പ് ഇറക്കണമെന്നതും ഉദ്ദേശിച്ചിരുന്നതല്ല. വക്കീൽ നോട്ടീസ് ലഭിച്ച് 2-3 ദിവസം അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി വന്നു. പ്രതികരണം വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ശരിയെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ എന്തിനാണ് ഞാൻ ഭയക്കുന്നതെന്ന് ചിന്തിച്ചു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ ഞാൻ ഭയക്കേണ്ടതുള്ളൂ എന്നും നയൻതാര പറയുന്നു.